ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ 1 kg കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. കൂടെ 1 kg ചിക്കനുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ളൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സവാള, ഞാനൊരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു സൈസിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ട മല്ലിയില, പുതിനയില 1/2 കപ്പ് വീതം, പിന്നെ ഉള്ളത് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 6 തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം, ഇത് മൂന്നും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ആ സവാള, തക്കാളി അതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്കിനി പിന്നെ റൈസ് ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിന് ഇടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് മല്ലിയില, പുതിനയില, ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി ആ പേസ്റ്റും, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ മസാലപ്പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്, അതും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. പിന്നെ അതിലേക്ക് വേണ്ട കുരുമുളക് പൊടിയാണ്, അത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മുളക് പൊടിയാണ്, അതും ഞാനൊരു 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, അതും ആഡ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നാരങ്ങ നീര്, ഈ ഒരു ചെറിയ കഷ്ണം നാരങ്ങ എടുത്തിട്ടുള്ളത്, അതിൻ്റെ നീര് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തൈരാണ്, ഞാൻ പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്, അതൊരു 1/2 കപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കൈ വെച്ചൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൽ നിന്ന് ആ സവോളയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം വരുന്ന രീതിക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്കാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1 kg ചിക്കനാണ് ഞാനൊരു 8 പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും ആഡ് ചെയ്ത് ഇതിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ചിക്കനിലേക്ക് ആ മസാലയും സവോളയും അതെല്ലാം നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ ഒരു 2 മിനിറ്റെങ്കിലും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കാം, മിനിമം 1/2 മണിക്കൂർ വെക്കാം. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ 1 അവർ വരെ വെച്ചേക്കാം, അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഇനി നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. ഞാനിപ്പോൾ ഇത് 2 സവാള കനം കുറഞ്ഞ് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഞാൻ ആ പാനിൽ, നമ്മൾ അരി വേവിക്കുന്ന പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ തന്നെ നെയ്യും ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ്, പിന്നെ അതിലേക്ക് നമുക്കിനി മുന്തിരിയും കൂടെ ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒത്തിരി കരിഞ്ഞു പോകേണ്ട, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് റീസൻസ് ആണ്, അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പരുവമായപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ആഡ് ചെയ്യാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഈ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് പെട്ടെന്നൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. ഒരു കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അത് ആ ഒരു കളറ്. ഇനി ഇതൊന്ന് കളർ മാറി വരുന്ന പോലെ നല്ലൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ ഒത്തിരി പൊടിഞ്ഞ് പോവേണ്ട, ഇപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ചുകൂടെ മൂക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി ഇത് ഞാനിപ്പോൾ അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അരി മെഷർ ചെയ്യുന്നത് ആ സെയിം ഇതിൽ തന്നെ വെള്ളം കൂടി ആഡ് ചെയ്യണം. അപ്പം ഞാൻ ഇപ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആ രീതിക്കാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പം 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതിനനുസരിച്ച് ഓരോ ഗ്ലാസ്സിനും 1.5 ഗ്ലാസ് വീതം വെള്ളം ആഡ് ചെയ്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം മിക്സില്ലേ, അതുകൂടെ ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തു. ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്കും ഈ വെള്ളം തിളച്ച് വരും. തിളച്ചതിന് ശേഷം മാത്രം അതിലേക്ക് അരി ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ അരി ഒത്തിരി വെന്ത് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് നാരങ്ങ നീരൂടെ ഒഴിച്ചാൽ നല്ലതായിരിക്കും. ഇനി ഇതേ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സവാള വറുത്തതിലേക്ക് നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ബ്ലാക്ക് റൈസിൻസും ആഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മല്ലിയില, പുതിനയില, കറിവേപ്പില ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല അതുകൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇത് നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് അരി ലെയറായിട്ട് ആഡ് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ആഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി തുടങ്ങണം. അപ്പോഴേക്കും അരി ഒരു 60-70% വേവ് ആവും. അത്രയും ആകുമ്പോഴേക്കും നമുക്ക്
ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ദം ചെയ്യുന്ന സമയത്ത് അത് ബാക്കി വെന്തോളും. ഇപ്പോൾ കണ്ടോ വെള്ളം ഫുള്ള് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം ആകുമ്പോഴേക്കും നമുക്കിത് മാറ്റാവുന്നതാണ്. അപ്പം അരി നിങ്ങൾ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ റൈസ് ഉണ്ടെങ്കിൽ 3 ലെയറാക്കിയോ 4 ലെയറാക്കിയോ നമുക്കിടാം. അപ്പം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, അതിലേക്ക് ഈ അരി ഓൾറെഡി ഒരു 60% വേവ് ആയിട്ടുള്ള ഈ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ഇടുന്നത്. 1 ലെയർ ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, സവോള, മല്ലിയില, പുതിനയില, പിന്നെ കാഷ്യൂനട്ട്, റേസിൻസ്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മുകളിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റൈസ് ഉണ്ടെങ്കിൽ 3 ലെയറാക്കി ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ 4 ലെയറാക്കി ഫില്ല് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ബിരിയാണി പോട്ട് ഒത്തിരി വലുതാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ 2 ലെയറായിട്ട് ഫില്ല് ചെയ്യാനുള്ള റൈസേ ഉള്ളൂ കേട്ടോ ഇത്. ഇപ്പോൾ നിങ്ങളുടെ ചെറിയ പോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 3 ലെയറൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗവിൽ ആദ്യം ഒരു മീഡിയം ഫ്ലെയിം ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ്സ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് വയ്ക്കണം. ഓക്കെ, എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 45 അറൗണ്ട് ഒരു 1 അവർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെച്ച ഉടനെ എടുക്കാതിരിക്കുക. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് മാത്രം ദം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ പപ്പടവും സാലഡും അച്ചാറും പിന്നെ 2 പീസ് ചിക്കനും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് ഇത്. തലശ്ശേരി സ്റ്റൈൽ നല്ലൊരു ബിരിയാണിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.